Once more again, welcome back. പുതിയൊരു വീട് പണിയുമ്പോഴത്തേക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു പ്രദേശം ഏരിയ എന്ന് പറയുന്നത് അതിൻ്റെ തീർച്ചയായിട്ടും ഒരു ബാൽക്കണി തന്നെയായിരിക്കും. ഉറപ്പാണ്. ഒരു വീടിന് ഏറ്റവും കുറച്ചത് 2-3 ബാൽക്കണി സെഗ്മെൻറ്റുകൾ തന്നെ മുൻപിലും പുറയിലും സൈഡിലും ഒക്കെ ആയിട്ട് നമ്മൾ തീർച്ചയായിട്ടും അത് പണിക്കാറുണ്ട്, അത് പണിത് നിർത്താറുമുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ആ ബാൽക്കണിയെ അലങ്കരിക്കാനായിട്ട് ഏറ്റവും മനോഹരമാക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നൊരു പരിപാടിയാണ് ഹാൻഡ് റെയിൽ വർക്ക് ചെയ്യാന്നുള്ളത്. പലരും ചിലപ്പം സ്റ്റെയിൻലെസ് സ്റ്റീൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, തടിയെ ചെയ്യുന്നവരുണ്ട്, പിന്നെ നമ്മുടെ ജിയുടെ സ്പാറ്റൂബ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ നമുക്ക് ഏതൊക്കെ മെറ്റീരിയൽ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ഏറ്റവും ഭംഗിയാക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. പലരും ഗ്ലാസ് ഇട്ട് മാത്രം ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ പല രീതിയിൽ അങ്ങനെ ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഇവിടെ ഞങ്ങളുടെ ഈ സൈറ്റിൽ 2 ടൈപ്പിൽ ഈ ഹാൻഡിൽസ് ചെയ്തിട്ടുണ്ട്. ജിയുടെ ഇരുമ്പിന് ട്യൂബിൽ 2 ടൈപ്പിൽ ഹാൻഡിൽസ് ചെയ്തിട്ടുണ്ട്. ഈ 2 ടൈപ്പ് ഹാൻഡിൽസിനും 2 തരത്തിലുള്ള പ്രത്യേകതകളുണ്ട്. ഒരുപക്ഷെ ഹാൻഡിലിൻ്റെ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളൊന്നും സൂക്ഷിച്ചില്ല എങ്കിൽ ഒരുപക്ഷെ വലിയ അപകടങ്ങൾ തന്നെ നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അത് എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവൻ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ വൺസ് മോർ അഗെയിൻ വെൽക്കം ബാക്ക് ടു ഫാബ്ടെക് മീഡിയ. ഞാൻ എബി ജോസഫ്. ഇവിടുത്തെ വീടിൻ്റെ ബാൽക്കണി സെഗ്മെൻറ്റിലേക്ക് നമ്മൾ കയറാൻ പോവുകയാണ്. നമ്മളങ്ങനെ ബാൽക്കണിയിലേക്ക് എൻട്രി ആയിരിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം, വളരെ സിമ്പിളായിട്ട് ഒരു ഹാൻഡിലിൻ്റെ സെഗ്മെൻറ്റ് നമ്മളിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. കേട്ടോ, വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്തേക്കുന്നത്. അവിടുത്തെ ക്ലയൻറ്റിന് വളരെ സിമ്പിളായിട്ട് മതി എന്ന് പറഞ്ഞു, ഒത്തിരി മോഡിഫിക്കേഷൻസ് ഒന്നും വേണ്ട, നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഈ ഒരു കാര്യത്തിൽ മുമ്പോട്ട് വെച്ച ഒരു സജഷൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തോട്. അദ്ദേഹം അത് കേൾക്കുകയും അദ്ദേഹം അത് മനസ്സിലാക്കുകയും കാര്യങ്ങൾ ചെയ്യുകയും അതിന് വ്യക്തമായിട്ടുള്ള കാരണത്തിൻ്റെ പുറത്ത് മാത്രമാണ് ഇവിടെ വളരെ സിമ്പിളായിട്ട് ചെയ്തിരിക്കുന്നത്. ഈ സിമ്പിളായിട്ട് ചെയ്തതിനകത്ത് എന്തെങ്കിലും പോരായ്മ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? പോരായ്മകളൊന്നും വരേണ്ട സാധ്യതയില്ല. വർക്ക് നന്നായിട്ടാണ് ചെയ്തിരിക്കുന്നത്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ ചെയ്യുന്ന വർക്കിനകത്ത് ഒരു പോരായ്മയുണ്ട്. ആ പോരായ്മയാണ് നിങ്ങളെ ഇനി ചൂണ്ടിക്കാണിക്കാൻ പോകുന്നത്. നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ, മക്കളുണ്ടെങ്കിൽ, ഒരു വീട് വെക്കുന്നു, ആ വീട്ടിൽ എന്തായാലും 1-2 കുഞ്ഞുങ്ങൾ ഉറപ്പായിട്ടും കാണും. ഉറപ്പല്ലേ? കാണും. അങ്ങനെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഈ ടൈപ്പിൽ ഹൊറിസോണ്ടലായിട്ട് ഹാൻഡ് റെയിൽസ് നിങ്ങൾ പണിയരുത് എന്നുള്ളൊരു കാര്യം നമ്മളെല്ലാവരും, ഒരുമാതിരിപ്പെട്ട ഹാൻഡ് റെയിൽസ് പണിയുന്ന എല്ലാ ആളുകളും, അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ വർക്ക് ചെയ്യുന്ന എല്ലാ ആളുകളും അത് പണിയാൻ ചെല്ലുമ്പോൾ ആ വീടുകളിൽ പറയുന്നൊരു വാക്കാണ്, ഒരിക്കലും ഹൊറിസോണ്ടലായിട്ട് നമ്മൾ ഹാൻഡിലിൻ്റെ സെഗ്മെൻറ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞ് മുകളിലെ ഹാൻഡ് റെയിൽ എന്ന് പറയുന്നത് നമ്മൾ ഈ കൈവരി അല്ലാതെ താഴേക്ക് വരുന്ന പോർഷൻസ്, അത് ഈ കാണുന്ന താഴേക്ക് വരുന്ന പോർഷൻസ് ഒരിക്കലും ഹോറിസോണ്ടൽ, അതായത് ലൈൻ ഇട്ട പോലെ, വരയിട്ട പോലുള്ള സെഗ്മെൻറ്റിൽ നമ്മൾ ഒരിക്കലും ചെയ്യരുതെന്ന് പറഞ്ഞതിൻ്റെ കാര്യം ഓൾറെഡി നിങ്ങൾക്ക് ഇപ്പം തന്നെ ഈ വീഡിയോ ഞാൻ എന്താണ് കാര്യമെന്ന് ആദ്യം പറഞ്ഞിരുന്നു. കുഞ്ഞുങ്ങളുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയാമോ? ഇവിടെ ഉണ്ടാകാൻ പോകുന്നൊരു വിഷയം എന്താണെന്ന് അറിയാം. നോക്കി, നമ്മുടെ ശ്രീകാന്ത് കൊച്ചമ്പയെ താഴെ ഇറക്കി ഞാൻ കാണിക്കുമായിരുന്നു എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നുള്ളത്. ഇങ്ങനെയുള്ള വിഷയം വരുമ്പോഴത്തേക്കിന് ഇവർ ഇതേ ചവിട്ടി ഇതുപോലെ ചവിട്ടി കുഞ്ഞുങ്ങൾ കയറി ഇറങ്ങുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇത് ചിലപ്പം ഒരു പക്ഷേ വീടിന് താഴേക്ക് വീഴാനുള്ള ഒരു ചാൻസസ് ഒരുപാടുണ്ട്. വലിയ അപകടങ്ങൾ, ചിലപ്പോൾ തലയടിച്ച്, ചിലപ്പോൾ താഴെ ഷെയ്ഡ് കാണും, ചിലപ്പോൾ താഴെ നമ്മൾ ചിലപ്പോൾ കടപ്പ സ്റ്റോണൊക്കെ ആയിരിക്കും ഇട്ടേക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ ഇങ്ങനത്തെ ഹാൻഡിൽ ചെയ്യുമ്പം നിങ്ങൾ വളരെയധികം സൂക്ഷിക്കുക കേട്ടോ. ആ കാര്യം വളരെ ശ്രദ്ധയോടുകൂടി തന്നെ നിങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി നമുക്ക് എങ്ങനത്തെ മോഡൽ ഹാൻഡിൽസുകൾ നമുക്കിവിടെ ചെയ്യാൻ പറ്റും? മെയിനായിട്ട് അവർക്ക് കാല് വെക്കാനുള്ള ഓപ്ഷൻ ആ പിള്ളേർക്ക് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഹാൻഡിൽസിൻ്റെ പോർഷൻ അല്ലെങ്കിൽ അതിൻ്റെ മോഡലുകൾ നമ്മളത് മാറ്റുക എന്നുള്ളതാണ്. ഒന്നുകിൽ അവിടെ കംപ്ലീറ്റ്ലി കാല് വെക്കാനുള്ള ഓപ്ഷൻ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ബോർഡോ CNCയുടെ ഷീറ്റ് കട്ടിങ്ങിൻ്റെ ഡിസൈൻസോ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ പോർഷനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡിസൈൻ കൊടുക്കുക. ഇനി അതല്ല, ഇനി മറിച്ച് കമ്പിയാണ് അല്ലെങ്കിൽ ട്യൂബ് സെക്ഷനാണ് ഇത് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഡിസൈനാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പറയപ്പെടുന്ന സിമ്പിൾ ഡിസൈൻ ഉണ്ടോ? വളരെയധികം സിമ്പിളായിട്ട് 2-3 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് നമുക്കത് സിമ്പിളായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. ഇവർക്ക് ഇതേ ചവിട്ടിട്ട് ഒരിക്കലും ഇങ്ങനെ കാല് വെച്ചിട്ട് ഇതേ ചവിട്ടി അവർക്ക് മുകളിലേക്ക് കയറാനുള്ള ആക്സസ് ഒരിക്കലും ഉണ്ടായിരിക്കുന്നതല്ല. ഉറപ്പായിട്ടും കാര്യം അത്രയും ഹൈറ്റിലേക്ക് ആ കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും കയറാൻ പറ്റില്ല. പിന്നെ നോർമലി നമ്മൾ ഈ ഔട്ട്സൈഡ് ബാൽക്കണി ചെയ്തിരിക്കുന്ന ഈ ഒരു
പോർഷൻ ഔട്ട്സൈഡ് ബാൽക്കണി ചെയ്തിരിക്കുന്ന ഈ ഒരു പോർഷൻ 1 മീറ്ററാണ്. 1 മീറ്റർ ഹൈറ്റിലാണ് വിട്ടിരിക്കുന്നത്. സാധാരണ നമ്മൾ ഇൻസൈഡ് ചെയ്യുന്നതും അല്ലെങ്കിൽ ബാക്ക് സൈഡൊക്കെ ചെയ്യുന്നതൊക്കെ നമ്മൾ 900 ഒക്കെയാണ് ഏറ്റവും സ്റ്റെയറിൻ്റെ ഒക്കെ ഒരു മീഡിയം സൈസ്. പക്ഷേ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് 1 മീറ്റർ, 1 മീറ്റർ ഹൈറ്റിലാണ്. അതുകൊണ്ട് തന്നെ സാധാരണ ഉള്ളതിനെക്കാട്ടിലും കുറച്ചും കൂടെ അവർക്ക് ആക്സസ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടെ സേഫ് ആയിട്ട് നമുക്ക് അവർ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ തന്നെ ഞാൻ നിൽക്കുമ്പോൾ തന്നെ എൻ്റെ അരഭാഗം ഉണ്ടോ, അരഭാഗത്തിന് മുകളിലാണ് ഹാൻഡിൽസിൻ്റെ ആ ഒരു റെയിൽ, മെയിൻ മാസ്റ്റർ റെയിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ നമുക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിരിക്കും. കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ വന്ന് നിന്നാൽ പോലും എന്താണ് അവർ താഴെ വീഴുമെന്നോ അല്ലെങ്കിൽ അവർ എടുത്ത് ചാടാനായിട്ട് ശ്രമിക്കുമെന്നുള്ള ഭയമൊന്നും വേണ്ട. കാര്യം അവർക്ക് കാല് ചവിട്ടി നിന്ന് മുകളിലേക്ക് പൊങ്ങാനുള്ള ആക്സസ് കുറവാണ്. അല്ലെങ്കിൽ അത് നിശേഷം ഇല്ല എന്ന് തന്നെ വേണം പറയാം. ഇല്ലെങ്കിൽ പിന്നെ അടുത്ത ഓപ്ഷനുണ്ട്. അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കസാരയൊക്കെ എടുത്തിട്ട് അവർ ചാടാനായിട്ട് ശ്രമിക്കണം. അത് തീർച്ചയായിട്ടും നമുക്കത് ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കത് തടയാൻ കഴിയും. അപ്പോൾ ഇവിടെ ചെയ്തിരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് പുള്ളിക്കാരൻ ഇവിടെ ചെയ്തിരിക്കുന്ന എന്താണ് മണ്ടനാണ്, അല്ലെങ്കിൽ അദ്ദേഹം അറിഞ്ഞുകൊണ്ട് അത് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നുള്ള ചിന്തയൊന്നും വേണ്ട. ആ ഫ്രണ്ട് പോർഷൻ ഫുള്ള് ഗ്ലാസ് വന്ന് കംപ്ലീറ്റ്ലി അങ്ങ് ക്ലോസ്ഡ് ആവുന്നതാണ്. അത് കംപ്ലീറ്റ് എപ്പോഴും അത് ലോക്ക്ഡ് ആയിരിക്കും. ഇവർ ആക്സസ് ചെയ്യാതെ അതിൻ്റെ ഡോറ് അവർക്ക് തുറക്കാൻ, കുഞ്ഞുങ്ങൾക്കോ മറ്റാർക്കും തുറക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് അത് സേഫ്റ്റി ആണെന്നുള്ള കാര്യം അറിയാം. ഇവരില്ലാതെ ഇവരുടെ കുഞ്ഞുങ്ങൾ ആ ബാൽക്കണിയിലേക്ക് അവർ ചെല്ലത്തില്ല എന്നുള്ള കാര്യം ഷുവറാണ്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്ന അത്യാവശ്യം കുറച്ച് ഏജിലായിട്ടുള്ള പറഞ്ഞാൽ മനസ്സിലാവുന്ന വളർച്ചയിലുള്ള കുഞ്ഞുങ്ങളായതുകൊണ്ട് തന്നെ ഇതിനെ സേഫാണ്. ഞാനീ പറഞ്ഞത് തീരെ കൊച്ചു കുഞ്ഞുങ്ങൾ, ഒരു 4, 5, 6 വയസ്സൊക്കെയുള്ള കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ ഒരുപക്ഷെ പറഞ്ഞാൽ കേൾക്കണമെന്നില്ല, ഭയങ്കര കുസൃതിയാണ്. അപ്പോൾ അവരെ കൈവിട്ട് പോകല്, അവരൊരിക്കലും നമ്മുടെ കുടുംബത്തിന് നഷ്ടമായി പോകരുത്. നമ്മുടെ ചിന്താഗതികൾ ഒന്ന് മാറ്റി ചിന്തിച്ചിരുന്നെങ്കിൽ എന്ന് വിചാരിച്ച് നമുക്കൊരു നഷ്ടം ഉണ്ടാകാനായിട്ട് ഇടയുണ്ടാകല്. അപ്പം ഈ പറഞ്ഞൊരു സെഗ്മെൻറ്റിൽ ഈ ഡീറ്റെയിൽ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് വേണ്ട വിധത്തിൽ നിങ്ങളത് ആലോചിച്ചും കണ്ടും കാര്യങ്ങൾ ചെയ്യാം. മറ്റാരോടെങ്കിലും ഒരു വീട് പണിയുമ്പോൾ സജഷനായിട്ട് നിങ്ങൾക്ക് പറയാൻ കഴിയുമെങ്കിൽ ഈ കാര്യങ്ങൾ ജസ്റ്റ് വെറുതെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. എല്ലാവരും കേൾക്കണം നിർബന്ധമൊന്നുമില്ല, പറഞ്ഞു കൊടുക്കുക. നല്ലതാണെങ്കിൽ അവരെ അക്സെപ്റ്റ് ചെയ്യട്ടെ, ഇല്ലെങ്കിൽ എറിഞ്ഞു കളയട്ടെ എന്ന് വേണം പറയാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ സെഗ്മെൻറ്റുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ അത്യാവശ്യം ഈ പറഞ്ഞ പോലെ ഷെയർ ചെയ്ത് കൊടുക്കാനും, നിങ്ങൾക്ക് താല്പര്യമുള്ള വിഷയങ്ങളെപ്പറ്റി നിങ്ങൾ കമൻറ്റ് ചെയ്യാനും ഒക്കെ നിങ്ങൾ ശ്രമിക്കുക. ഞാൻ പറയുന്നതിനകത്ത് എന്തെങ്കിലും തെറ്റോ വീഴ്ചയോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. ഞാൻ മനഃപൂർവ്വം പറയുന്നതല്ല. എന്നാലും അറിയാതെ എന്തെങ്കിലും തെറ്റുകൾ വരുന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. അപ്പോൾ വീണ്ടും മറ്റു നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും സൈനിങ് ഓഫ്.